കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകയും അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തളർവാദ രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതിന് കാരണമായി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അസാധാരണ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. വിശ്വാസം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ഭാഗ്യമായ ജീവിതത്തിൽ എല്ലാം തകർന്നു തീർന്നു എന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ ആർക്കും തകർക്കുവാൻ കഴിയാത്ത നമ്മുടെ വിശ്വാസം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസത്താൽ ദൈവം പ്രവർത്തിച്ച അനേക കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ട രക്തസ്രാവക്കാരിയുടെ വിശ്വാസം അവൾക്ക് സൗഖ്യം നൽകി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച പരിശുദ്ധ മറിയം ഭാഗ്യവതി എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഭിക്ഷയായിച്ചു കൊണ്ടിരുന്ന അന്ധന്റെ കണ്ണുകൾ വിശ്വാസത്താൽ യേശു തുറന്നു കൊടുത്തു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസം കാരണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ കടുകുമണിയോളം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നാം കണ്ടു തുടങ്ങും. നമ്മുടെ പ്രതികൂലങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റും. കർത്താവിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വിശ്വാസിയും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരം തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരം തകരാതെ നിർത്തിയിടും. അവിടുന്ന് നമുക്ക് പുതുജീവൻ തന്ന് തന്റെ മകനും മകളുമാക്കി അവിടുന്ന് മാറ്റി. ക്രിസ്തുവാകുന്ന പാറമേൽ വിശ്വാസത്തോടെ നമുക്ക് കയറി നിൽക്കാം. ആ പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഓ യേശുവേ, സ്തോത്രം ചെയ്യും. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ
മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടുന്നു. ആമേൻ. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടുന്നു. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ കർത്താവായ യേശു, അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ സകല ആവശ്യങ്ങളും സമർപ്പിക്കാം. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ നിറവേറ്റണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണം യേശുവേ. ഓ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓ യേശുവേ, സ്തോത്രം ചെയ്യാം. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. ആമേൻ. ഹല്ലേലൂയ. ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവായ ദൈവം ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.